വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ബർഗർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഈ ബർഗർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6 ടേബിൾ സ്പൂണ് ചപ്പ്, പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 അല്ലി ഗാർലിക്ക്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 2 ഗ്രീൻ ചില്ലി. ഞാനത് 500 ഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 500 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്, എല്ലില്ലാത്ത ചിക്കൻ. അപ്പോൾ നമുക്കിത് ഇനി ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം 2 ബാച്ചായിട്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചിക്കൻ ഇട്ടു, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ഗ്രീൻ ചില്ലി ഇട്ടു, പിന്നെ നമ്മൾ 10 അല്ലി ഗാർലിക്ക്, ചപ്പ് മുഴുവനായിട്ടിട്ടില്ല, ഞാൻ അടുത്ത ബാച്ച് ചെയ്യുമ്പോൾ ബാക്കി ചപ്പ് ഇടാം. പിന്നെ സോയ സോസ് ആഡ് ചെയ്തു, പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച് ഇതിന് കുറച്ച് ഓനിയനും ആഡ് ചെയ്തു. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള സോൾട്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും നമുക്കിതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ചിക്കനും ബാക്കിയുള്ള ചപ്പും അതുപോലെ ഓനിയനൊക്കെ വെച്ചിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് പാകമില്ലാന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു മൂടി എടുത്തിട്ടുണ്ട്, അതിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് വെച്ച് എല്ലാതും ഈ പാറ്റീസിന് എല്ലാത്തിനും ഒരേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു മൂടിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടി കുറച്ചിട്ട് പരത്തുക, കാരണം പെട്ടെന്ന് നമുക്ക് നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ടി കൂട്ടിയിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ വേവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു 10 പാറ്റീസിന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാറ്റീസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കുറച്ച് കട്ടി കുറച്ചിട്ട് പരത്തി കൊടുക്കണം. കാരണം കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വേവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ബർഗർ ബൺ എടുക്കുക. ബർഗർ ബണ്ണിൻ്റെ ആ സെൻറ്ററിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മയോണൈസ് വേണം. അപ്പോൾ ഈ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, പിന്നെ ഒരു സ്ലൈസ് ടൊമാറ്റോ, പിന്നെ നമ്മൾ ചിക്കൻ പാറ്റീസും, പിന്നെ നമ്മൾ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തു, ഓനിയൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുത്തു, പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.